സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർത്തുകൊണ്ട് 1920 കാലങ്ങളിൽ അതുവരെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആദർശത്തിന്റെ വിഷയത്തിൽ പൊരുത്തക്കേടുണ്ടായിരുന്നില്ല. ആരായി ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചത്? ആരാണ് ഈ ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കിയത്? ആരാണ് ആദർശപരമായ അനൈക്യങ്ങൾ ഉണ്ടാക്കിയത്? ഈ സമുദായത്തിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കാത്ത പുതിയത് പടച്ചുണ്ടാക്കിയത് പിടിച്ചു വിട്ടുകൊണ്ട് പാരമ്പര്യ ആദർശത്തിലേക്ക് വന്ന് ഈ ഉമ്മത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. ആരാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചത്? ഇന്ന് പലപ്പോഴും ഇസ്ലാമിന്റെ ആദർശം പറയുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പറയുമ്പോ പല ചെറുപ്പക്കാരും തെറ്റിദ്ധരിച്ചു പോകും. നമ്മൾ ഇതൊക്കെ ഒന്ന് പറയണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. പറയേണ്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് താല്പര്യമില്ല. അവര് നേരിന്റെ വഴിയിലേക്ക് വരണം, അവര് സിറാത്തുൽ മുസ്തഖീമിൽ വരണം, അവര് സ്വർഗത്തിന്റെ പാതയിൽ പ്രവേശിക്കണം. അതിന് ഏതാണ് നേരായ വഴി, ഏതാണ് രക്ഷയുടെ മാർഗം, ഇത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ 3 ദിവസത്തെ പരിപാടിയിൽ ഒരു ദിവസം ഇസ്ലാമിന്റെ ആദർശം പറയണമെന്ന് ഈ സംഘാടകർ തീരുമാനിച്ചത്. അള്ളാഹു അവരിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പഠിക്കണം. സ്വഹാബത്ത് ദീനെത്തിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ അവർ നിർമ്മിച്ച പള്ളിയിലൊക്കെ അറബിയിലാ ഖുതുബ. പിന്നെ ആരെ ഈ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ തുടങ്ങിയത്? അങ്ങനെ ഒരു പള്ളി വേണമല്ലോ കേരളത്തിൽ ആദ്യം. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് അറബിയിൽ ഖുതുബ ഓതിയ പള്ളി ഏതാന്ന് ചോദിച്ചാൽ നമ്മളെ ആൻസർ എന്താണെന്നറിയോ? കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളി. ഏത് സുന്നിയാളെ ഉത്തരം അതാ. അത് കൊടുങ്ങല്ലൂരിലെ ചേരമ മസ്ജിദ് പള്ളിയാണ്. എന്നാ അറബി അല്ലാത്ത ഭാഷയിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഖുതുബ നിർവഹിച്ച പള്ളി ഏതാ? കേരളത്തിൽ ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ പള്ളി സ്വഹാബത്ത് പണിത പള്ളിയല്ല, താബിഈങ്ങൾ പണിത പള്ളിയല്ല. ആ പള്ളിയുള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചിക്കടുത്ത മട്ടാഞ്ചേരിയിലാണ് ആ പള്ളിയുള്ളത്. ആ പള്ളി പണിത വ്യക്തിയുടെ പേര് ശ്രീ ഹാജി അബ്ദുള്ള സേട്ട് എന്നാണ്. ആ പള്ളിയുടെ പേര് പുതിയ പള്ളി എന്നാണ്. അബ്ദുള്ള സേട്ട് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ ഉണ്ടാക്കിയ പള്ളിയിലാണ് ഈ സമുദായത്തിന് പരിചയമില്ലാത്ത അറബി ഭാഷയിലല്ലാത്ത ഒരു ഖുതുബ പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് ദീനെത്തിച്ച കേരളത്തിൽ കേൾക്കേണ്ട ഗതികേട് വന്നത് അങ്ങ് കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിൽ. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ വലിയ വിവാദമുണ്ടാക്കി കേരളത്തിലെ പുത്തൻവാദികളുടെ ഒരു പ്രമേയം. ആ പ്രമേയം 1936 അൽ മുർഷിദ് എന്ന ഒരു പത്രം, അതിന്റെ പുസ്തകം 2,03,000 ആ പ്രമേയം അവര് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പ്രമേയം ഒന്ന് വായിക്കാം. ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്ത പ്രമേയം. ഒരുമയിൽ കഴിഞ്ഞിരുന്ന മുസ്ലിമീങ്ങൾ പള്ളിയുടെ ഉള്ളിൽ പോലും വ്യത്യസ്തമായ രീതികളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയത് ആരാണ്? ആരാധനയുടെ ഐക്യം തകർത്തത് ആരാണ്? അറബി ഭാഷയിൽ ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാം ഈ ഉമ്മത്തിനെ ഐക്യപ്പെടുത്തി. ആ ഐക്യം തകർത്തു. ഈ പ്രമേയം പറയുന്നറിയോ? ഞാനത് വായിക്കാം. മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമുഅത്തിൽ ജാരിയ. ആ പ്രമേയം അങ്ങനെയാണ്. അറബി തിരിയണ ആർക്കും അറിയാം. എന്താണ് ഈ പറയുന്നത്? മിൻ ഹൈസു ഇന്ന ഖുതുബത്തൽ ജുമുഅത്തിൽ ജാരിയ. എന്താ ഈ ജാരിയ എന്ന് പറഞ്ഞാൽ? ഇന്ന് നിലവിൽ നടന്നു വരുന്ന ജുമുഅ ഖുതുബ. ഇതൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കുക. ഇവരുടെ പ്രമേയമാണിത്. ഇന്ന് നിലവിൽ നടന്നു വരുന്ന നാട്ടിലെ നിലവിലുള്ള അറബിയിലുള്ള ഖുതുബ, ജുമുഅ ഖുതുബ, അതിനെക്കുറിച്ച് ഈ സലഫികൾ പറയാണ്, വഹാബികൾ പറയാണ്, ഗൈറു മഫ്ഹൂമത്തിൽ ലിഅമത്തിന്നാസ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
എന്തേ കാരണം? ലികൗനിഹാ അറബിയതൻ, ഈ ഖുതുബ അറബിയിലായത് കാരണം. സ്വഅബത്തൽ ഫഹ്മി, മനസ്സിലാക്കാൻ പ്രയാസമുള്ള അറബിയിലാണ് ഖുതുബ. അത് കാരണം പൊതുജനത്തിന് തിരിയുന്നില്ല. എന്നിട്ട് ഇവർ പറയാണ് വൽ ഹഖു, സത്യത്തില് അൻ തകൂന മഫ്ഹൂമതൻ, ഖുതുബ ജനങ്ങൾക്ക് തിരിയണമെന്നാണ്. ഖുതുബ ജനങ്ങൾക്ക് തിരിയണമെന്നാണ്. തുർഷിദു ഹാദിഹിൽ ജംഇയ്യത്തു ഖുതബാ അൽ മസാജിദി വമുതവല്ലിഹാ അൻ യുതർജിമുൽ ഖുതുബത ബിഹൈസു യഫ്ഹമുഹ സാമിഊൻ. അതുകൊണ്ട് ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു. ഏത് സംഘടന? 1922 കൊടുങ്ങല്ലൂരിലെ ഏറിയാട്ടിൽ തുടക്കം കുറിച്ച മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന. ആ സംഘടന പരിണമിച്ചതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ആ സംഘടനയുടെ പേരാണ് കേരള സലഫികൾ എന്ന് പറയുന്നത്. ആ സംഘടനയാണ് കേരള വഹാബികൾ എന്നറിയപ്പെടുന്നത്. ഈ സംഘടന ആഹ്വാനം ചെയ്യുന്നു, പള്ളിയിലെ ഖതീബുമാരോട്, പള്ളി മുതവല്ലിമാരോട് ആഹ്വാനം ചെയ്യുന്നത് അയ്യുതർജിമുൽ ഖുതുബത ബിഹൈസു യഫ്ഹമുഹ സാമിഊൻ, ശ്രോതാക്കൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ഓതണം. അപ്പൊ ഇവരുടെ പ്രമേയത്തിൽ തന്നെ മനസ്സിലായില്ലേ ഈ കേരളത്തിലെ അറബിയിലാണ് ഖുതുബ നിർവഹിച്ചു വന്നിരുന്നത് എന്ന്. എന്നാൽ സത്യത്തിൽ ഖുതുബ ജനങ്ങൾക്ക് തിരിയണം എന്ന് അവർ പറഞ്ഞത്. എന്തേ സ്വഹാബത്തിന് തിരിയാഞ്ഞ്? ഓലിവിടെ തേക്കും കച്ചവടത്തിന് വന്നതല്ല. അവരിവിടെ വന്നത് അള്ളാന്റെ ദീന് പരിചയപ്പെടുത്താനാ. അവർക്കറിയില്ലേ ഈ ഖുതുബ ജനങ്ങൾക്ക് തിരിയണ കോലത്തില്? ഞാനൊരു പള്ളിയിലെ ഖതീബ, ഖുതുബ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് അള്ളി റസൂലും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത പറയേണ്ട കാര്യം എന്താ? ഇല്ലാത്ത പറയേണ്ട കാര്യം എന്താണ്? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഖുതുബ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ജുമാ ശരിയാകൂല എന്നാണ് ഇവർ പറയണെങ്കിൽ, ഈ കേരളത്തിലെ വഹാബികളൊക്കെ ഹജ്ജിനും ഉംറക്കും പോലില്ലേ? അറബിയിൽ ഏത് ഭാഷയിലെ കുത്തുബോധല്? അവിടെ അറബിയിലല്ലേ കുത്തുബോധ. അപ്പൊ ഇവർക്ക് തിരിയലുണ്ടോ അവിടുത്തെ കുത്തുബ? വളരെ രസകരമാണ് ഇവരുടെ കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവര് പറയുന്നത് ദീനാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. ഇതിലെന്ത് ദീനാണുള്ളത്? ഈ ദീന് നശിപ്പിക്കാൻ, ഈ സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ, ആത്മീയതയെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്ത സാധനത്തിന്റെ പേരാണ് വഹാബിസ് എന്ന് പറയുന്നത്. നബിമാരിൽ അവസാനത്തെ നബി നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി ലോകാവസാനം വരെ വരാനുള്ള എല്ലാവർക്കുമുള്ള നബി ഈ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. അവിടുന്ന് ജീവിച്ച കൊല്ലം 63 കൊല്ലമാണ്. 40ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് നബിയായത്. നുബുവത്ത് ലഭിച്ച ശേഷം 23 കൊല്ലമാണ് മുത്തുനബി തങ്ങൾ ജീവിച്ചത്. ആ 23 കൊല്ലക്കാലങ്ങൾക്കുള്ളിലായാണ് ലോകത്ത് തുല്യതയില്ലാത്ത അത്ഭുതത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മുത്തുനബി തങ്ങൾക്ക് അവതരിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയും മുമ്പായി നമ്മുടെ എല്ലാവരുടെയും രക്ഷക്കായി, മോക്ഷത്തിനായി ആവശ്യമായതെല്ലാം ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, തറക്തു ഫീക്കും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് നിങ്ങളിൽ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല. വഴി പിഴക്കാതിരിക്കാൻ ഞാൻ ഒഴിവാക്കിയിടുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ അവലംബിക്കണം. ഏതാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് പറഞ്ഞത് കിതാബുള്ളയാണ്, വിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് സുന്നത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കൂല എന്ന് മുത്തുനബി തങ്ങൾ പറയാൻ.
ഞാൻ ഈ സംസാരം കേൾക്കുന്ന ഈ സദസ്സിലുള്ള സഹോദര സഹോദരിമാരോടും ഓൺലൈനിലൂടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അള്ളാന്റെ റസൂൽ ഇത് പറയുമ്പോ ഖുർആനിന്റെ കോപ്പി ഏതെങ്കിലും ഒരു കോപ്പിയെങ്കിലും ലോകത്തെവിടെങ്കിലും ഉണ്ടോ? മുത്തുനബി തങ്ങൾ ഒരു മേശപ്പുറത്ത് ഒരു ഖുർആനിന്റെ മുസഹഫിന്റെ കോപ്പി വെച്ചിട്ടാണോ ഇതാ ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞത്? നബി വഫാത്താകുന്നത് വരെ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്തുൻ നാസിൽ അവസാനിക്കുന്ന 114 അധ്യായങ്ങൾ പ്രത്യേകമായ ക്രമീകരണത്തിൽ 2 ചട്ടകൾക്കുള്ളിൽ ക്രമീകരിച്ച് കോർവപ്പെടുത്തിയ ഒരു ഗ്രന്ഥം പോലും ഒരൊറ്റ കോപ്പി ഖുർആൻ പോലും ലോകത്തില്ല. പിന്നെ അന്ന് ഖുർആനുള്ളത് എവിടെയാണ്? ഖുർആനുള്ളത് എല്ലുകളിൽ, തോലുകളിൽ, സ്വഹാബിമാരുടെ ഹൃദയങ്ങളിൽ. അപ്പോൾ ഞാൻ ഖുർആൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആൻ മനപ്പാടമുള്ള സ്വഹാബത്തിനെയാണ്, ഇത് ഖുർആനാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്ന സ്വഹാബത്തിനെയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഉപേക്ഷിച്ചു തന്ന് അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കൂല എന്ന് നമ്മൾ ഉപദേശിച്ചു തന്നത്. അപ്പൊ സ്വഹാബത്തിനെ പരിഗണിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയൂല. അത് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് അവരാണ് ഖുർആനിന്റെ വ്യാഖ്യാനം നബിയുടെ ജീവിതമാണ്. ആ ജീവിതം പകർത്തിയെടുത്തത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ പരിഗണിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കഴിയൂല. എന്നാൽ സ്വഹാബത്തിനെ പരിഗണിക്കുന്ന കക്ഷികൾ എത്ര പേരുണ്ട്? അവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ഭൗതികമായ ലോകം നശിക്കാനുള്ള ലോകമാണെന്ന് നമുക്കറിയാം. നാശമില്ലാത്ത ലോകമേതാണ്? വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. നാശമില്ലാത്ത ലോകം അല്ലാഹുവിന്റെ പരലോകമാണ്. അള്ളാന്റെ പരലോകമാണ് നിലനിൽക്കുന്ന ലോകം, നശിക്കാത്ത ലോകമെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ പരലോകത്ത് സ്വർഗം നേടണം. ഇപ്പൊ എന്റെ ഈ സംസാരം ഈ സദസ്സിൽ ഇല്ലാതെ വെളിയിലിരുന്ന് എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നല്ല മനസ്സോടെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. എനിക്കവരോട് സ്നേഹമാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. നമുക്ക് ആരോടും വാശിയില്ല, ആരോടുള്ള പകക്ക് വേണ്ടിയല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് നാളെ സ്വർഗം കിട്ടണ്ടെന്ന്? ഒരാളും ആഗ്രഹിക്കില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വർഗം നേടണം. സ്വർഗം നേടാൻ എന്താ വഴി? നമ്മുടെ അമലുകൾ നന്നാകണം, വിശ്വാസം ക്ലിയർ ആകണം. പക്ഷേ എന്റെ സദസ്സിലിരിക്കുന്ന സാധാരണക്കാർ, ഉമ്മ സഹോദരിമാര്, സഹോദരങ്ങള്, ചെറുപ്പക്കാര് അറിയേണ്ട ഒരു കാര്യം, അള്ളാന്റെ റസൂല് വളരെ ദീർഘവീക്ഷണത്തോടെ ഈ ഉമ്മത്ത് വഴിപിഴച്ചു പോകാതിരിക്കാൻ, ഈ ഉമ്മത്ത് ആദർശത്തിന്റെ വഴിത്താരയിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. എന്റെ സമുദായം 73 വിഭാഗമായി പിരിയും. എങ്ങനെ? ഉമ്മത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 73 വിഭാഗമായി പിരിയും. ബനൂ ഇസ്രായേലുകാര് 72 കക്ഷികളായി പിരിഞ്ഞു. അവിടുന്ന് പറഞ്ഞു എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ 73 വിഭാഗത്തില് 72 വിഭാഗവും നരകത്തിലേക്കാണ്. 72 വിഭാഗവും നരകത്തിലേക്കാണ്. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്. രക്ഷപ്പെടുന്ന പാർട്ടിയൊന്ന്.
മോക്ഷത്തിന്റെ മാർഗം ലഭിക്കുന്ന പാർട്ടിയൊന്ന്, സ്വർഗം നേടുന്ന പാർട്ടിയൊന്ന്, നരകത്തിൽ നിന്ന് രക്ഷ നേടുന്ന ഒരൊറ്റ പാർട്ടിയുള്ളൂ. അള്ളാന്റെ റസൂല് 73-ൽ 72 നരകത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബ ചോദിക്കുന്ന ചോദ്യം, ആ രക്ഷപ്പെടുന്ന പാർട്ടി ഏതാണ്? അതാണ് അവർക്ക് അറിയേണ്ടത്. സാധാരണ നമ്മൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം കണ്ടെത്താനുണ്ടാവും. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം ബ്രാക്കറ്റിൽ ഉണ്ടാകും, അതിൽ ഒന്നേ ശരിയുണ്ടാവുള്ളൂ, 2 or 3 ഉത്തരം തെറ്റായി കൊടുക്കും. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 3-4 ആൻസറുകൾ വായിച്ചാൽ ശരിയുത്തരം കണ്ടെത്താൻ കഴിയും. ഇത് വല്ലാത്തൊരു വർത്തമാനപ്പ പറഞ്ഞത്. എന്റെ ഉമ്മത്ത് 73 പാർട്ടിയാകും, 72 നരകത്തേക്ക്. സ്വഹാബത്തിന് അറിയാൻ താല്പര്യം എന്താ? 72 പിഴച്ചു പോകുന്ന കക്ഷികൾ ആരാന്നല്ല, അതവർക്കറിയാൻ താല്പര്യമില്ല. അവർക്കറിയേണ്ടത്, കാരണം ജീവിതം മറ്റൊരു ജീവിതത്തിനാണ്, ജീവിതം മറ്റൊരു ജീവിതത്തിനാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ സ്വർഗം നേടണം. അത് പരലോകത്തുള്ള ജീവിതമാണ്. ആ സ്വർഗം നേടുന്ന വിഭാഗം ഏതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാ കിറാം ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, മാ അന അലൈഹി വഅസ്ഹാബി. അമ്മമാര് മനസ്സിലാക്കുക, ഇതാണ് ഈ ആദർശത്തിന്റെ പ്രസക്തി. ചില ആൾക്കാർ പറയും, ഇതിനപ്പോ സുന്നന്നാകണം, മുസ്ലിം ആയ പോരെ. ആ സാധുവിന്റെ ധാരണ എന്താണെന്നറിയോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ വേറെ, സുന്നി എന്ന് പറഞ്ഞാൽ വേറെ എന്നാ. അത് തിരുത്തണോ? മുത്തുനബി തങ്ങൾ പറയാണ്, സ്വർഗം നേടുന്ന കക്ഷി ആരാന്ന് ചോദിച്ചപ്പോ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾക്ക് കാണാം, മാ അന അലൈഹി വഅസ്ഹാബി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ വഴി, എന്നെ ഫോളോ ചെയ്ത എന്റെ അനുചരന്മാരായ സ്വഹാബത്തിന്റെ വഴി. അപ്പൊ എന്നെയും എന്റെ സ്വഹാബത്തിനെയും ഉൾക്കൊള്ളുന്നവരാരോ അവർക്കാണ് സ്വർഗ്ഗം. ഇനി ഹദീസിൽ മറ്റൊരു റിപ്പോർട്ടിൽ തംബീഹുൽ ഗാഫിലീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയല്ല വന്നത്. അവിടെ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഈ രക്ഷപ്പെടുന്ന പാർട്ടി ഏതാന്ന് ചോദിച്ചപ്പോ ആൻസർ നൽകിയ ആ പദം ഇങ്ങനെയാണ്, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവര് സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്. അപ്പൊ നബി തങ്ങൾ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബിയെയും സ്വഹാബത്തിനെയും പിൻപറ്റുന്നവർക്ക് സ്വർഗ്ഗം. അങ്ങനത്തെ ഒരു പാർട്ടിയെ ഉണ്ടാവുള്ളൂ, ഒറ്റ കക്ഷി ഉണ്ടാവുള്ളൂ. ഈ പിഴച്ചു പോകുന്ന കക്ഷികളെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണെന്നറിയോ? അവരേതെങ്കിലും വിധേന സ്വഹാബത്തിനെ തള്ളും. ഇനി ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് ചോദിക്കട്ടെ, കേരളക്കാരായ നമുക്ക് എന്തിനാണ് അധികം ആലോചിക്കേണ്ടത്? ഈ സ്വഹാബത്തിന്റെ മാർഗത്തിൽ ആരാ ഉള്ളത് എന്ന് അത് കേരളക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അതെന്തുകൊണ്ടാ അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ കേരളത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയതാരാ? നബിയുടെ ജീവിതകാലത്തു തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കേരളത്തിൽ സ്വഹാബത്ത് വന്നു എന്നല്ലേ ചരിത്രം. കാസർഗോഡ് സ്വഹാബത്ത് പണിത പള്ളിയില്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി സ്വഹാബത്ത് പണിത പള്ളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയുള്ളത് അത് കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ്. ആ പള്ളി നോക്കാം. ആ പള്ളി ഉൾപ്പെടെ, കാസർഗോഡ് പള്ളി ഉൾപ്പെടെ എത്ര സ്ഥലത്ത് സ്വഹാബത്ത് പള്ളി പണിതു. നിങ്ങൾ ആ പള്ളിയിലേക്ക് നോക്കൂ. അള്ളയും റസൂലും പഠിപ്പിച്ച ഇസ്ലാം നിങ്ങൾക്ക് ആ പള്ളിയിൽ കാണാം. അവിടെ അറബിയിലുള്ള ഖുതുബ, അവിടെ പെണ്ണുങ്ങൾ ജുമാ ജമാഅത്തിനില്ല, നിസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന. അവിടെ കണ്ടോ റബീഉൽ അവ്വലിൽ മൗലിദ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് ഈ ആശയങ്ങളും ഈ ആദർശങ്ങളും ഈ ആചാരങ്ങളും ഒന്നുമില്ലാത്ത പുതിയ പള്ളികളും നിങ്ങൾക്ക് കാണാം. പുതിയ പള്ളികളും നിങ്ങൾക്ക് കാണാം. ആ പള്ളികളിൽ അറബി ഭാഷയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അറബി ഭാഷയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്?
അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. നബിതങ്ങൾ നിസ്കരിച്ചത് അറബിയിലാണ്, നബിതങ്ങൾ ബാങ്ക് വിളിച്ചത് അറബിയിലാണ്, ജുമഅക്ക് വേണ്ടിയുള്ള ഖുതുബ നിർവഹിച്ചതും അറബിയിലാണ്. കേരളത്തിൽ സ്വഹാബത്ത് പണിത പള്ളിയിലും അവർ അറബിയിലാ ഖുതുബ നിർവഹിച്ച് കാണിച്ചു തന്നത്. ഖുതുബ ഓതണ്ട ഭാഷയും അറബിയാണ്, ഖുതുബ ഓതണ്ട ഭാഷയും അറബിയാണ്. എന്താ സംശയമുള്ളത്?